Good morning students, welcome to the video. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കുന്നത് ഫണ്ടമെന്റൽ മാഗ്നറ്റിക് ടേംസ് ആണ്. ഓക്കെ, കുറച്ച് മാഗ്നറ്റിക് ടേംസ് ആണ്, ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറച്ച് മാഗ്നറ്റിക് ടേംസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. ഓക്കെ, ആദ്യമേ എന്താണ് മാഗ്നറ്റിക് പോൾസ്? ഓക്കെ, നമുക്കറിയാം ഒരു മാഗ്നറ്റിന് രണ്ട് പോൾസ് ഉണ്ട്, നോർത്ത് പോളും സൗത്ത് പോളും. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിന് രണ്ട് പോളുണ്ട്, നോർത്ത് പോളും സൗത്ത് പോളും. ഈ ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് സ്ട്രെങ്ത് ഉള്ളത് പോൾസിലാണ്. ഈ നോർത്ത് പോളിലും സൗത്ത് പോളിലുമാണ് ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് സ്ട്രെങ്ത് ഉള്ളത്. അത് നമുക്കറിയാം. മാഗ്നറ്റിന് രണ്ട് പോളുണ്ട്, നോർത്ത് പോളും സൗത്ത് പോളും. മാഗ്നറ്റിക് സ്ട്രെങ്ത് ഏറ്റവും കൂടുതലുള്ളത് പോൾസിലാണ്. ഇനി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന ഇമാജിനറി ലൈൻസ്. ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് മാഗ്നറ്റിനകത്ത് ട്രാവൽ ചെയ്യുന്നത് സൗത്തിൽ നിന്ന് നോർത്തിലേക്കും, മാഗ്നറ്റിന് വെളിയിൽ നേരെ തിരിച്ചാണ് നോർത്തിൽ നിന്ന് സൗത്തിലേക്കുമാണ് ട്രാവൽ ചെയ്യുന്നത്. കണ്ടോ, മാഗ്നറ്റിന് വെളിയിൽ ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് ദിസ് ഇമാജിനറി ലൈൻസ് ഓഫ് ഫോഴ്സ് ട്രാവൽസ് ഫ്രം നോർത്ത് പോൾ ടു സൗത്ത് പോൾ, ആൻഡ് ഇൻസൈഡ് ദ മാഗ്നറ്റ് ഇറ്റ് ട്രാവൽസ് ഫ്രം സൗത്ത് ടു നോർത്ത്. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന ഇമാജിനറി ലൈൻസ് ഓഫ് ഫോഴ്സ് മാഗ്നറ്റിനകത്ത് ട്രാവൽ ചെയ്യുന്നത് സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിലേക്കും, മാഗ്നറ്റിന് വെളിയിൽ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കുമാണ്. അപ്പോൾ ഒരു മാഗ്നറ്റിന് രണ്ട് പോൾസ് ഉണ്ട്, നോർത്തും സൗത്തും. സ്ട്രെങ്ത് ഏറ്റവും കൂടുതലുള്ളത് ഈ പോൾസിലുമാണ്. ഓക്കെ, ഇനി ഈ നോർത്ത് പോളും സൗത്ത് പോളും എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിന്റെ എൻഡിലാണ്, അറ്റത്താണ്. രണ്ട് എൻഡിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരെൻഡിൽ നോർത്ത് പോളും മറ്റേ എൻഡിൽ സൗത്ത് പോളും. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് പോൾസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ എൻഡ്സ് ഓഫ് ദ മാഗ്നറ്റ് ഫ്രം വെയർ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അപ്പിയർ ടു എമിറ്റ്. എന്ന് പറയാൻ കാരണം മാഗ്നറ്റിന് വെളിയിൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് നോർത്ത് പോളിൽ നിന്ന് എമിറ്റ് ചെയ്ത് ട്രാവൽ ചെയ്ത് സൗത്ത് പോളിൽ വരും. മാഗ്നറ്റിനകത്ത് സൗത്ത് പോളിൽ നിന്ന് എൻ്റർ ചെയ്ത് നോർത്ത് പോളിലേക്ക് വരും. അപ്പോൾ ഈ മാഗ്നറ്റിക് പോൾസ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിന്റെ എൻഡിലാണ്. അവിടെ നിന്നാണ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എമിറ്റ് ചെയ്യുകയോ എൻ്റർ ചെയ്യുകയോ ചെയ്യുന്നത്. അപ്പോൾ മാഗ്നറ്റിക് പോൾസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദീസ് ആർ എൻഡ്സ് ഓഫ് ദ മാഗ്നറ്റ്. മാഗ്നറ്റിന്റെ എൻഡിലാണ് ഈ മാഗ്നറ്റിക് പോൾസ് എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എമിറ്റ് ചെയ്യുകയോ എൻ്റർ ചെയ്യുകയോ ചെയ്യുന്നത്. ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് ആണെങ്കിൽ നോർത്ത് പോളിൽ നിന്ന് ഈ ലൈൻസ് ഓഫ് ഫോഴ്സ് ട്രാവൽ ചെയ്ത് സൗത്ത് പോളിൽ വരും. മാഗ്നറ്റിനകത്താണെങ്കിൽ സൗത്ത് പോളിൽ നിന്ന് നേരെ നോർത്ത് പോളിലേക്ക് വരും. അപ്പോൾ ദീസ് ആർ ദ എൻഡ്സ് ഓഫ് ദ മാഗ്നറ്റ് വേർ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അപ്പിയർ ടു എമിറ്റ് ഓർ എൻ്റർ ആൻഡ് ഐഡന്റിഫൈഡ് ആസ് നോർത്ത് ആൻഡ് സൗത്ത് പോൾസ്. അപ്പോൾ പോൾസ് രണ്ടുണ്ട്, നോർത്തും സൗത്തും. അത് മാഗ്നറ്റിന്റെ രണ്ട് എൻഡിലാണ്. അവിടെ നിന്നാണ് ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എമിറ്റ് ചെയ്യുകയോ എൻ്റർ ചെയ്യുകയോ ചെയ്യുന്നത്. മാഗ്നറ്റിന് വെളിയിലാണെങ്കിൽ നോർത്ത് പോളിൽ നിന്ന് ഈ ലൈൻസ് ഓഫ് ഫോഴ്സ് എമിറ്റ് ചെയ്ത് സൗത്ത് പോളിൽ വരും. മാഗ്നറ്റിനകത്ത് സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിലേക്ക് ട്രാവൽ ചെയ്യും. ഇനി ഇൻ ദിസ് പോൾസ് സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റ് ഈസ് മാക്സിമം. ഈ പോൾസിലാണ് മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് കൂടുതലുള്ളത്. ഓക്കെ, ഞാൻ ഇത്രയോടെ പറയാം. മാഗ്നറ്റിന് രണ്ട് പോളുണ്ട്, അത് എൻഡിലായിരിക്കും. രണ്ട് എൻഡിലായിട്ടാണ് മാഗ്നറ്റ്സിന്റെ പോൾ വരുന്നത്, നോർത്ത് പോളും സൗത്ത് പോളും. മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് ഏറ്റവും കൂടുതലുള്ളത് പോൾസിലാണ്. ഓക്കെ, ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന ഇമാജിനറി ലൈൻസ് മാഗ്നറ്റിന് വെളിയിൽ നോർത്ത് പോളിൽ നിന്ന് ട്രാവൽ ചെയ്ത് സൗത്ത് പോളിൽ വരും. മാഗ്നറ്റിനകത്ത് സൗത്ത് പോളിൽ നിന്ന് നേരെ നോർത്തിലേക്ക് വരും. അപ്പോൾ മാഗ്നറ്റിന് രണ്ട് പോളുണ്ട്, നോർത്ത് പോളും സൗത്ത് പോളും. സ്ട്രെങ്ത് ഏറ്റവും കൂടുതലുള്ളത് പോൾസിലാണ്. ഓക്കെ, ഇനി അടുത്തത് മാഗ്നറ്റിക് സർക്യൂട്ട്. ഓക്കെ, ഞാൻ ഇപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന ഇമാജിനറി ലൈൻസ് മാഗ്നറ്റിന് വെളിയിൽ നോർത്ത് പോളിൽ നിന്ന് ട്രാവൽ ചെയ്ത് സൗത്ത് പോളിൽ വരും. മാഗ്നറ്റിനകത്ത് നേരെ തിരിച്ചാണ് സൗത്ത് പോളിൽ നിന്ന് ട്രാവൽ ചെയ്ത് നോർത്ത് പോളിലേക്ക് വരും. ഓക്കെ, ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ
കംപ്ലീറ്റ് പാത്തിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് സർക്യൂട്ട്. മാഗ്നറ്റിന് അകത്ത് സൗത്ത് പോളിൽ നിന്ന് തുടങ്ങി നോർത്ത് പോളിലേക്ക് വരും. മാഗ്നറ്റിന്റെ വെളിയിൽ നോർത്ത് പോളിൽ നിന്ന് ട്രാവൽ ചെയ്ത് സൗത്ത് പോളിലേക്ക് വരും. ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ കംപ്ലീറ്റ് പാത്തിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് സർക്യൂട്ട്. അപ്പോൾ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇമാജിനറി ലൈൻസ് ആണ്, അത് റിയൽ അല്ല, ഇമാജിനറി ലൈൻസ് ആണ്. അത് മാഗ്നറ്റിന് വെളിയിൽ നോർത്ത് പോളിൽ നിന്ന് ട്രാവൽ ചെയ്ത് സൗത്ത് പോളിൽ വരും. മാഗ്നറ്റിനകത്ത് സൗത്ത് പോളിൽ നിന്ന് ട്രാവൽ ചെയ്ത് നോർത്ത് പോളിലേക്ക് വരും. ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ കംപ്ലീറ്റ് പാത്തിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് സർക്യൂട്ട്. The complete path of magnetic lines of force from north pole to south pole externally, അതായത് outside the magnet, and from south to north internally is called a magnetic circuit. മാഗ്നറ്റിനകത്ത് സൗത്ത് പോളിൽ നിന്ന് ട്രാവൽ ചെയ്ത് നോർത്ത് പോളിലേക്ക് വരും. മാഗ്നറ്റിന് വെളിയിൽ നോർത്ത് പോളിൽ നിന്ന് ട്രാവൽ ചെയ്ത് സൗത്ത് പോളിലേക്ക് വരും. ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ കംപ്ലീറ്റ് പാത്തിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് സർക്യൂട്ട്. അപ്പോൾ മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ കംപ്ലീറ്റ് പാത്തിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് സർക്യൂട്ട്. ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് മാഗ്നറ്റിന് വെളിയിൽ നോർത്ത് പോളിൽ നിന്ന് ട്രാവൽ ചെയ്ത് സൗത്ത് പോളിൽ വരും. മാഗ്നറ്റിനകത്ത് സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിലേക്കാണ്. ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ കംപ്ലീറ്റ് പാത്തിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് സർക്യൂട്ട്. അപ്പോൾ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് എക്സാം ആണ് അടുത്ത ആഴ്ച തൊട്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ലെങ്ത് ഉള്ള വീഡിയോസ് ഇടുന്നില്ല, വളരെ കുറച്ചേ ഇടുന്നുള്ളൂ. കാരണം നിങ്ങൾക്ക് പഠിക്കാനുള്ളതുകൊണ്ട്. അതുകൊണ്ട് നോട്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി മാഗ്നറ്റിക് മൂന്നാമത്തെ മാഗ്നറ്റിക്സ് എന്ന ചാപ്റ്ററിലെ കുറച്ച് നോട്ട്സേ ഉള്ളൂ, അത് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുക. ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യുക. ഫിഗർ വരയ്ക്കുന്നത് നന്നായിട്ട് വരയ്ക്കണം. ക്രിസ്റ്റോഫ് ലോ എഴുതുമ്പോഴത്തേക്ക് ആ ഫിഗറൊക്കെ വരച്ച് വേണം എഴുതാൻ. ക്രിസ്റ്റോഫ് ലോയ്ക്ക് ഫിഗർ വരയ്ക്കണം, മസ്റ്റ് ആണ്. ക്രിസ്റ്റോഫ് ലോ പരീക്ഷയ്ക്ക് ചോദിക്കും, അതിന്റെ ഫിഗർ നന്നായിട്ട് വരച്ച് എഴുതണം. പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഹാൻഡ് റൈറ്റിംഗ് മെച്ചപ്പെടുത്തി വേണം പരീക്ഷ എഴുതാൻ. ഓക്കെ.